ബിഗ് ബോസിൽ ആര്യനെ ജിസയില് ഉമ്മ വെച്ചു. റന ഫാത്തിമ പറയുന്നു മറ്റൊരാളുടെ സൗണ്ട് കിരിമിരിന്നാണ്. പക്ഷെ നീ നിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? അതും കിരിമിരിന്നാ. നീ സ്നിക്കേഴ്സ് കഴിക്കേ. എന്തിന്? കാരണം നിനക്ക് വിശക്കുമ്പോ നീ ഹീറോയിൻ പോലെ ആകുന്നു. ഇപ്പൊ ശരിയായില്ലേ? ഓവർ ആക്ടിങ്ങിന് വല്ല അവാർഡ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കൊടുക്കണം. ശരിയാ. പ്ലേറ്റ് ഒന്നും തിന്നേക്കല്ലേ. ഈ ബിഗ് ബോസിലുള്ളവരെ ചപ്പാത്തി കുഴക്കാൻ നേരമുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടാ തോന്നുന്നു നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ പഠിപ്പിച്ചിട്ടിരിക്കുന്നു. വലിയ കോമാളിത്തരം കാണിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടില്ലയോ? ഇങ്ങനെ കാണുന്നവർക്ക് തൂറാൻ മുട്ടുന്ന പോലത്തെ ഓവർ ആക്ടിങ് ചെയ്യാൻ ഇവര് വല്ല കോഴ്സ് വല്ലതും ചെയ്യുന്നുണ്ടോ? അതോ ജന്മന ഇങ്ങനെയാണോ? നിക്കത്തില്ല. ഞാൻ ഇത്രയും ദിവസം നിന്നത് ആർക്ക് വേണ്ടി? ബിഗ് ബോസിന് വേണ്ടിട്ടാ, ഇവിടെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ടാ. കഷ്ടം. ബിഗ് ബോസിന്റെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച അനുമോൾ. ശരി, ബിഗ് ബോസിന്റെ റേറ്റിംഗിന് വേണ്ടി അനുമോൾ അങ്ങ് ജീവിതം വേണേലും കൊടുക്കും. എന്നാ അത് ഇച്ചിരി വൃത്തിക്ക് ചെയ്യരുതോ? ഇമാതിരി എന്തുവാ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കണം. അനുമോൾക്കുണ്ടായിരുന്ന ഒരു പാവ. ആ പാവ ആരായിട്ട് കെട്ടിത്തൂക്കി മരത്തെ തൂക്കി. അനുമോൾക്ക് അത് ഭയങ്കര പ്രശ്നമാ. വെരി സാഡ്. അനുമോളുടെ പാവയോട് അവർ കാണിച്ചത് വളരെ വലിയ ക്രൂരതയായിട്ട് കണ്ടില്ലേ? അയ്യോ കഷ്ടോ, കുഞ്ഞിന്റെ പാവ എല്ലാരും കൂടെ എന്തോ ചെയ്ത്. ഇവരുടെ വിചാരം എന്ത്? ഇത് കണ്ടിട്ട് വെളിയിലെ ആൾക്കാർ അയ്യോ കുഞ്ഞെന്തൊരു ക്യൂട്ടാ, അതിന്റെ പാവ എല്ലാരും കൂടെ നുള്ളി നോവിച്ചു. എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ആരും പറയത്തില്ല. എന്തോ അപരാധമായി കാണിക്കുന്നതെന്ന് ചോദിക്കത്തുള്ളൂ. അനുമോടെ പാവയുടെ ഒന്നും പറയുന്നില്ല. ഈ അപരാധം തുടങ്ങുന്നത് ഇവിടെ അല്ല, തീരുന്നത് ഇവിടെ അല്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നെവിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയി. അനുമോൾ വിചാരിച്ച അനുമോളാണ് അതിന്റെ കാരണക്കാരെന്ന്. അവർക്ക് വലിയ നാണം വലിയ കാണുന്നവരുടെ തൊലി ഉരിയുവോ? അയ്യോ അതിന്റെ കഷ്ടം ഒന്നും സഹിക്കാൻ വയ്യാതെ അതിന്റെ പുറകിൽ ഒളിച്ചിരുന്നുകൊണ്ട് കാണുന്നു. ഒരുത്ത പോയാലാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഇനി ഇവരുടെ വിചാരം എന്തായിരുന്നു? ഇവർ മൊത്തം മത്സരാർത്ഥികളൂടെ പാകിസ്ഥാനെതിരായിട്ട് മത്സരിക്കുമായിരുന്നു, എല്ലാരും കൂടെ ഒരുമിച്ച് കപ്പ് പോക്കാൻ. എന്നെ ഇത് വെച്ച് കുത്തിക്കൊല്ലു. എന്തുവാടി എന്റെ പേരിൽ ഇങ്ങനെ? ഇതൊരു പെർഫെക്റ്റ് അഭിനയം. ഇവരുടെ കണ്ണുനീര് വരെ പോസ് പിടിച്ച് ഇറങ്ങി വരുന്നു. അഭിനയം പഠിക്കാനായിട്ട് ആരും പൂനെയിൽ വരെ ഒന്നും പോകണ്ട. 1.5 മണിക്കൂർ ബിഗ് ബോസ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റ് ഓവർ ആക്ടിങ്ങിനും GST ചാർജ് ചെയ്യണം. എങ്കിലും ഇതൊക്കെ നിൽക്കത്തുള്ളൂ. ഓരോ സീസൺ കഴിയുന്നതോറും ഇത് കൂടി വരുവാ, കുറയുന്നില്ല. ആ ബിഗ് ബോസിലുള്ള ഒറ്റ ക്യാമറ പോലും ഇതുകൂടെ ഒന്നും ശരിക്കലത്തെ മോഹം ഇതുവരെ കണ്ടിട്ടില്ല. I don't want to share my boyfriend to you guys. Why are you guys so jealous of me? Why you guys are so jealous of me? മാഡം ജി ആറ്റിറ്റ്യൂഡ് അല്പം കുറയ്ക്കും. ചിലപ്പോൾ OLX ഇട്ടാൽ പോലും വിറ്റ് പോകത്തില്ല. ചുമ്മാ അങ്ങനൊന്നുമില്ല. ചോദിക്കാത്തുള്ളവരെ മാത്രമേ റോസ്റ്റ് ചെയ്യാവുള്ളൂ, ഒരിക്കലും വെളിയിലുള്ളവരെ റോസ്റ്റ് ചെയ്യരുത്. Why are you guys so jealous of me? റന ഫാത്തിമ, താങ്കളുടെ ബോയ് ഫ്രണ്ട് താങ്കളുടേത് മാത്രമാണ്, ഇവിടെ ആർക്കും വേണ്ട. ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ റനയ്ക്ക് തിരിച്ചടിയായിട്ട് ചോറ് പോലും ഷെയർ ചെയ്യാതെ അനുമോൾ. ഒരു കഷ്ടമില്ല. മോശമായിപ്പോ ഒരല്പം ചോറ് കൊടുക്കായിരുന്നു. ചോറെങ്കിലും കൊടുക്കായിരുന്നു. അതിന് ചോറെങ്കിലും. ബിഗ് ബോസിലെ റേഷൻ കാർഡ് അനുമോടെ മാത്രമേ പേരുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചോറെന്താ കൊടുക്കാത്ത? കഷ്ടം. ഇച്ചിരി ചോറല്ലയോ ചോദിച്ചാൽ, അല്ലാതെ അനുമോടെ സ്വത്തുക്കളൊന്നും എഴുതി മേടിച്ചില്ലല്ലോ. കഷ്ടം. അതിന് ഇച്ചിരി ചോറ് കൊടുക്കായിരുന്നു പാവം. കഷ്ടം. ഇല്ല, ബോധം പോയി. അത് പറ, തലക്കോളില്ലാത്ത ആളുകളൊക്കെയാണ് മനസ്സിലായി വന്നപ്പോൾ. വിധവാ കാർഡ് അങ്ങനൊക്കെ പറയാമോ? അതല്പം മോശമല്ലേ? എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ കമന്റ് സെക്ഷനിൽ പറ. അങ്ങനൊക്കെ ഒരാളെ മുഖത്ത് നോക്കി പറയുന്നു, ഒരു ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങൾ വിധവാ കാർഡ് ഇറക്കുന്നു എന്നൊക്കെ പറയുന്നത് അല്പം മോശമല്ലേ? നിങ്ങൾ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറ, നിങ്ങളുടെ അഭിപ്രായം. ഇത് കണ്ടോ എന്തൊരു വൃത്തികേട് കാണിക്കുന്നതെന്ന് നോക്കിയേ. അതായത് വായിൽ വെച്ച സ്പൂൺ എടുത്ത് കറികളൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് ഇന്ന് വൈകുന്നേരം 5:05 സംഭവം ഉണ്ടാവുന്ന പുള്ളിക്കാരി കുക്ക് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ഇടക്ക് സ്പൂൺ എടുത്തിട്ട് സ്പൂൺ അവിടെ സൈഡിൽ എന്തോ സ്പൂണിലാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നല്ല രീതിയിൽ, അത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോലും അല്ല, ഇങ്ങനെ തന്നെ കഴിച്ചിട്ട് അത് വെച്ചിട്ട് വേറെന്തോ കോരി ഇതിനകത്തോട്ട് ഇടുക. ഇത് വേറെ ആരെങ്കിലും ആണ് റേന അവിടെ വെച്ചേക്കുക. റേന എന്തോ പറഞ്ഞ അനുമോള് വിഷം ചേർത്താ കുക്ക് ചെയ്ത് തരുന്നിരുന്നു. ഒരു സീസണിൽ ചായക്ക് കൊഴുപ്പില്ലെന്നും പറഞ്ഞ് മൂക്കള പിഴിഞ്ഞ് ഒഴിക്കുവാണെങ്കിൽ അടുത്ത സീസണിൽ ഞങ്ങൾ അണ്ണാക്കി കുത്തിയിട്ട് ഇട്ടളക്കും. ഓ, സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുപിട്ടി ബിഗ് ബോസിൽ. എന്തൊരു സന്തോഷമാണല്ലേ?
രണ്ടുപേരും ഇവിടെ തോളത്ത് കൈയിട്ട് എന്ത് സന്തോഷമായിട്ടാ പോകുന്നതെന്ന് നോക്കിയേ. ഒന്ന് തിരിഞ്ഞു നിന്നതാ, അപ്പോഴേ പണിഞ്ഞു. ഇതിങ്ങളൊക്കെ ഉള്ളോട്ട് ചിരിക്കാനുണ്ട്. ആ കൊച്ചിന്റെ പ്രായം വെച്ചിട്ട് എല്ലാവരും അതിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാ അതിനെ അതിന്റെ പ്രായം വെച്ച് കളിയാക്കുന്നു? സ്വഭാവം തന്നെ പോരെ, ഒരുപാട് കളിയാക്കാനുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് ഒരു ഹോൾ പേഴ്സണാലിറ്റി ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കുത്തിത്തിരിപ്പുണ്ടാക്കി നശിപ്പിക്കുന്നതാണ് മസ്താനിന്റെ ജോലി. എന്തൊരു സ്ട്രോങ് ആണ് ആ കുട്ടി. ആ കുട്ടി എന്തെല്ലാം വാക്കുകളാണ് പടച്ചു വിടുന്നത് അല്ലേ? ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് സംഭവിക്കത്തില്ല. ഇതൊക്കെ കിടന്ന് വാങ്ങുന്നു. ബിഗ് ബോസിലെ എല്ലാ സീസണുകളിൽ വെച്ച് ഏറ്റവും അപരാധിച്ച ഒരു പ്രശ്നത്തിലേക്ക് നമുക്ക് പോവാം. ഞാൻ ഇത്രയും ദിവസം ഇവനൊരു ലൈഫ് ഉള്ളതാണ്, ഇവക്ക് അനുമോള് വേണ്ടാന്ന് വെച്ചോണ്ട് മാത്രം. അനുമോള് ഇത് പറഞ്ഞ രണ്ടുപേരുടെ ജീവിതം പോകുന്ന പറയുന്നത്. പറയട്ടെ, ഈ ജനങ്ങളോട് വിളിച്ച് പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. ഒരു കത്തിക്കുത്ത് വീടിയും ബഹളവും ഒക്കെ വേണ്ട അതിനകത്ത്. ഇനി എന്താണ് അനുമോൾ അറിഞ്ഞ കാര്യമെന്ന് നമുക്കറിയണ്ടേ? നിന്നെ മോശമായ ഒരു സാഹചര്യത്തിൽ അവള് കണ്ടു എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിസൈലിനെയും മറ്റേ പയ്യന്റെ പേരെന്താ പേര് ആര്യനെ മോശമായ സാഹചര്യത്തിൽ അനുമോൾ കണ്ടു. ഞാൻ വലിയ ആയിപ്പൊന്നും കൊടുക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് രണ്ട് പ്രായമായ രണ്ട് ആൾക്കാർ അതിനകത്ത് നിന്ന് എന്താ കാണിച്ചാൽ ഈ അനുമോക്ക് എന്താ? അത് ശരിക്കും അനുമോക്ക് എന്താ? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ 60+ ഷോ അതിന്റെ അകത്ത് ഇങ്ങനെ കാണിച്ചെന്നും പറഞ്ഞോണ്ട് ആർക്കാ പ്രശ്നം ഇവിടെ? നീ എന്റെ കിറ്റ് എടുത്തോ? സത്യം പറയണ, എന്റെ കിറ്റ് എടുത്തോ? നീ എന്റെ കിറ്റ് എടുത്തോ? ഞാൻ ചോദിച്ചു. ഇതതിനകത്ത് വലിയ പ്രശ്നം. രണ്ട് പ്രായപൂർത്തിയായ സ്വന്തം കാര്യം നോക്കാൻ അറിയാവുന്ന രണ്ടു പേര് അവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്തതിന് പാവം ചാങ്ങി പിടിക്കാൻ നടക്കുന്ന അനുമോള് വന്നു ജീവിതം നശിപ്പിക്കാൻ. നിങ്ങളോട് ചോദിച്ചത് ക്യാപ്റ്റൻ എവിടെ? പതുക്കെ പറയാൻ പറ്റില്ല. ആ ഡ്രസ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇവര് കണ്ടുപിടിച്ച എവിഡൻസ്. ഒരു ഒറ്റ അടി എന്നാ ഉണ്ടല്ലോ. ഞാൻ വെറുതെ നടന്നു വന്നേരം ഞാൻ 1000 പ്രാവശ്യം പാൻ്റെ എടുത്ത് മണ്ടക്കോട്ട് വലിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ പരിപാടി ചെയ്യുവാന്നുള്ള അതിന്റെ അർത്ഥം. എന്തൊരു കഷ്ടമാ. ഞാനൊരു പെട്ടെന്ന് ഞാനും സിംഗിളാണ്, അവനും സിംഗിളാണ്. ഞങ്ങൾ വല്ലത് ചെയ്തെങ്കിൽ ചെയ്ത്. ഞങ്ങൾ എന്താണ് നുണ പറയാനോ? ഞാനെന്താ മാരീഡ് ആണ്, അവൻ എന്താ മാരീഡ്? അത്രേ ഉള്ളൂ. ഇതിന്റെ വല്ല എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പി ഒരൊറ്റ അടി കൊടുത്തേക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ നശിപ്പിക്കാൻ എന്നിട്ട് ഇവള് ഞങ്ങളോട് ചോദിക്കാണ് എന്റെ ബോയ് ഫ്രണ്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന്. എന്താ അടിസ്ഥാനത്തിൽ അവളെ ചോദിക്കുന്നത്? കഷ്ട റീല് തോണ്ടി വീട്ടിൽ ഇരിക്കുന്ന ഒരു പയ്യനെ എല്ലാരും കൂടെ ചുറ്റിനും കയറി ഇരുന്ന് അവൻ എന്തോ തെറ്റ് ചെയ്ത് ഈ തെരുവിളി എല്ലാം കൂടെ കേൾക്കാൻ. ഇത് കിടക്കുന്നു. ഓക്കെ, ബെഡ് പുതപ്പ്. ആ മോക്ക് ഡ്രില്ലാണോ? ഇത്രയാണുള്ളത്. അപ്പൊ പെട്ടെന്ന് ഇതാണ് കണ്ടത്. നമ്മൾ ഇത്രയും വീഡിയോ പറഞ്ഞോട്ട് ഇവരുടെ ബുദ്ധി മാത്രമല്ല ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഊരി വെക്കേണ്ടത്. കുറച്ച് കണ്ണീന്ന് ചോരയും കൂടെ വലിച്ചെടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. പ്ലീസ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടോ. ടാറ്റ.